നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി വൈറൽ കൈവച്ച് അനുഗ്രഹിച്ച ഗർഭിണിയെ പരിഹസിച്ചും സൈബർ ആക്രമണം. തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ എങ്ങനെയും മലർത്തിയടിക്കാൻ ഏത് തറ നിലവാരത്തിലും ചിലർ രംഗത്തിറങ്ങുന്നു. എതിർ പാർട്ടിക്കാരെ വിമർശിക്കുക അല്ല ചെയ്യുന്നത്, മറിച്ച് മോശമായ വിധം ലൈംഗിക ചുവയോടും അല്ലാതെയും സൈബർ ആക്രമണമാണ് നടത്തുന്നത്. പോലീസ് പോലും നിസ്സഹായരായി നിൽക്കുന്നു. കാരണം കേസെടുത്താൽ അനേകായിരം കേസുകൾ എടുക്കണം. എന്നാൽ ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നല്ല താല്പര്യവും സമയവുമുണ്ട് എന്നത് വേറെ കാര്യം. രാഷ്ട്രീയപരമായ വിമർശനം നടത്തിയതിന് ഇപ്പോൾ DGP ലോക്നാഥ് ബെഹ്റ പോലും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കേസെടുക്കാൻ പോവുകയാണ്. DGP CPM കാരനെ പോലെ പെരുമാറുന്നു എന്ന രാഷ്ട്രീയ ആരോപണത്തിനാണ് കേസെടുക്കാൻ ലോക്നാഥ് ബെഹ്റ തുനിയുന്നത്. എന്നാൽ സുരേഷ് ഗോപി എന്ന നല്ല മനസ്സുള്ള കേരളത്തിന്റെ നടൻ വൈറൽ കൈവച്ച് ആശംസയും അനുഗ്രഹവും നേർന്ന ഗർഭിണിക്കെതിരായ സൈബർ ആക്രമണത്തോളം വലുതല്ല ഇപ്പോൾ DGP ഉയർത്തുന്ന കേസിലെ കുറ്റകൃത്യം. മാത്രമല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച മലയാളികളുടെ പ്രിയ നടി പ്രിയ വാര്യർക്കെതിരെ എത്ര രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. എന്നാൽ അവിടെ പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. നടൻ ബിജു മേനോനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി. ഏറെ മോശമായ വിധത്തിൽ ബിജു മേനോനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിച്ചു കീറുകയായിരുന്നു. എന്നിട്ടും പോലീസും കേസും ഒന്നും ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഗർഭിണിയായ സ്ത്രീയുടെ വൈറൽ തലോടുന്ന തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വീഡിയോ വൈറലായിരുന്നു. കരുണ നിറഞ്ഞ പ്രവൃത്തിയെന്ന് ചിലർ ഇതിനെ വാഴ്ത്തുമ്പോഴും കടുത്ത വിമർശനവും ട്രോളുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റു ചിലർ. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുള്ള പ്രഹസനം മാത്രമാണെന്നാണ് രാഷ്ട്രീയ വിയോജിപ്പുള്ളവർ ഉയർത്തുന്ന വിമർശനം. തൃശൂരിൽ BJPയുടെ പുതിയ ഗൈനക്കോളജിനെ പരിചയപ്പെടാം എന്ന തലക്കെട്ടോടെയാണ് ഒരു കൂട്ടം ആളുകൾ ഈ വീഡിയോ പങ്കുവച്ച് പരിഹാസമെയ്യുന്നത്. സംഭവം സദാചാര വിരുദ്ധമാണെന്നും ഗർഭിണിയുടെ വയറിൽ തൊടാൻ അവളുടെ ഭർത്താവിന് മാത്രമേ അധികാരമുള്ളൂ എന്നുമാണ് ഒരു കൂട്ടരുടെ പക്ഷം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച ചർച്ച സജീവമാണ്. സുരേഷ് ഗോപി അനുഗ്രഹിച്ച ഗർഭിണിയായ യുവതിയെ സൈബർ ആക്രമണത്തിൽ നിന്നും ആശ്വസിപ്പിക്കാനും കരുത്ത് നൽകുവാനും അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഭാര്യ തന്നെ ആ ഗർഭിണിയായ യുവതിയെ നേരിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ അവസ്ഥയിലുള്ള ഒരമ്മയെ ദൈവം പോലും ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും, ആരും സഹായിക്കും. അത് മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാകൂ. അല്ലാത്തവർ പലതും പറയും, അതൊന്നും മോൾ കാര്യമാക്കേണ്ട, എല്ലാം വിട്ടുകളയുക. എതിരായ വിമർശനങ്ങളെല്ലാം മോൾ കേൾക്കുക പോലും ചെയ്യരുത്. ഏത് സമൂഹത്തിലും മോശം ആളുകൾ ഉണ്ടാകും. അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ കരുതാനും പറയാനുമാകൂ. അവർക്ക് ചെവി പോലും കൊടുക്കരുത്. ഫേസ്ബുക്കിൽ വന്ന ഒരു വീഡിയോയുടെ എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, അതുകൊണ്ട് ഞാനല്ല കണ്ടത്. പക്ഷെ അതിന് തന്നെ ഏറ്റവും നമുക്കിത് വന്നത് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി എന്ന ആളെ അറിഞ്ഞില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇതിനെ എതിർത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം വർഷങ്ങളായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. ഞാൻ 5 കുട്ടികളുടെ അമ്മയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും അതേപോലെ അമ്മമാരോടും ഒക്കെ ബഹുമാനവും സ്നേഹവും എപ്പോഴും ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഭഗവാൻ പോലും എഴുന്നേറ്റ് നിന്ന് വന്നിരിക്കും ഈ അവസ്ഥയിലുള്ള അമ്മമാരെ കണ്ടാലെന്നുള്ളൊരു സംസ്കാരത്തിൽ ഉള്ള ആൾക്കാരാണ് നമ്മൾ. അത് കാണാൻ കഴിയില്ലാത്തവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ മോക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി വന്നതാണ്. മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് അതിനൊക്കെ വിഷമമായിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. കാരണം ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമൂഹം മാത്രമേ ഇതിനത്ര മോശമായിട്ട് പറയുള്ളൂ. അപ്പൊ അവരെ നമ്മൾ എന്താ പറയാ, അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാം ശരി.